7ാം മാസം ആകുമ്പോഴേക്കും കുട്ടിയെ ഇരുത്തുമ്പോൾ ബാക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ 2 കൈയിലും സാധനങ്ങൾ പിടിക്കുക, ഒരു കൈയിൽ നിന്ന് മറ്റൊരു കൈയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ടും തുടങ്ങും. ഈ ഒരു ടൈമിലാണെങ്കിലും കുട്ടികൾ ടോയ്സ് എന്ത് കൊടുത്താലും വായിലേക്ക് ഇടാനായിട്ടൊക്കെയാണ് ശ്രമിക്കുന്നത്. കൂടുതലായിട്ടും വിഷൻ, കേൾവി, ടച്ചിനേക്കാളും കുട്ടിയുടെ ഒരു ഫിസിക്കൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് വേണം ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. 7 മന്ത് എന്നൊക്കെ പറയുമ്പോഴേക്കും കുട്ടികൾ ആ സമയത്ത് നല്ല കഴുത്തുറച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ നല്ല ബാക്ക് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ കൂടുതലും ഇരുന്നിട്ടുള്ള പൊസിഷൻ ആക്ടിവിറ്റീസുകൾ ചെയ്യിപ്പിക്കുക. ഇരുന്നിട്ട് പല ഡയറക്ഷനും എത്തി വാങ്ങുന്ന ആക്ടിവിറ്റീസ് ചെയ്യിപ്പിക്കണം. അതുപോലെ തന്നെ ടോയ്സ് ഇങ്ങനെ വെക്കുക, ചെരിഞ്ഞ സാധനങ്ങൾ എടുക്കുക, പല ഡയറക്ഷനും ടോയ്സ് എടുക്കുന്ന ആക്ടിവിറ്റീസുകൾ ചെയ്യിപ്പിക്കാം. അപ്പോൾ മെയിനായിട്ടും ഒരു 8 to 9 മന്ത് ഒക്കെ ആകുമ്പോഴേക്കും കുട്ടികൾ തനിയെ എഴുന്നേറ്റിരിക്കണം. അപ്പോൾ നമ്മൾ അതിന് മുന്നേ ആയിട്ട് ഇങ്ങനെ സെൽഫ് സിറ്റിംഗ് ആക്ടിവിറ്റീസ് കൂടുതലായിട്ട് ചെയ്യിപ്പിക്കുക. അങ്ങനെയാണെങ്കിലാണ് കുട്ടികളുടെ ട്രങ്ക് ബാലൻസ് വരിക. അടുത്തത് ബുദ്ധിപരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്. ഈ ഒരു സമയത്ത് കുട്ടിക്ക് റാറ്റിൽസ് കൊടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കുന്ന ടോയ്സസ് കൊടുക്കുകയാണെങ്കിൽ അത് റിപ്പീറ്റായിട്ട് അത് ഷെയ്ക്ക് ചെയ്ത് ശബ്ദങ്ങൾ കേൾക്കുവാനായിട്ട് പിന്നെയും അത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതിന് നമ്മൾ കോസ് ആൻഡ് എഫക്റ്റ് പ്ലേ എന്നാണ് പറയുന്നത്. അതായത് ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ അതിനൊരു റിയാക്ഷൻ വരുന്നു, അത് കിട്ടാൻ വേണ്ടി കുട്ടി റിപ്പീറ്റായിട്ട് ആ ഒരു ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ രീതിയിലുള്ള സൗണ്ട് മേക്കിംഗ് അല്ലെങ്കിൽ എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാകുന്ന ടോയ്സസ് കൊടുക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ കയ്യിൽ എന്തെങ്കിലും ടോയ്സ് വെച്ച് കളിക്കുന്ന സമയത്ത് അത് കയ്യിൽ നിന്ന് വിട്ടു പോവുകയാണെങ്കിൽ ആ പോയ ഡയറക്ഷനിലേക്ക് നോക്കും. ഫോർ എക്സാമ്പിൾ കയ്യിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴേക്ക് ഡ്രോപ്പ് ആവുകയാണെങ്കിൽ താഴേക്ക് നോക്കും. കുട്ടി കാണുന്നില്ലെങ്കിൽ ആ ഒരു സാധനം കുട്ടി ഉണ്ടെന്ന് മനസ്സിലാക്കി ആ പോയ ഡയറക്ഷനിലേക്ക് കുട്ടി നോക്കാനായിട്ട് തുടങ്ങും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒളിച്ചേ കണ്ടേ പോലെയുള്ള കളികൾ, അല്ലെങ്കിൽ ടോയ്സസ് ഹൈഡ് ചെയ്തിട്ട് റിട്രീവ് ചെയ്യുന്ന രീതിയിലുള്ള കളികൾ, അങ്ങനത്തെ രീതിയിലുള്ള കളികളും കളിക്കണം.